ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. അങ്ങനെ ബ്രസീലിനെ സമനിലയിൽ പൂട്ടി മൊറോക്കോ. ഈ ഫിഫ വേൾഡ് കപ്പ് 2026 ഹീറ്റ് എന്താണ് എന്ന് പറഞ്ഞൊരു കളിയായിരുന്നു. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളിയായിരുന്നു. കാരണം ഒരു സൈഡ് നോക്കുമ്പോൾ 10-28 കളിയായിട്ട് മൊറോക്കോ തോറ്റിട്ടേ ഇല്ല. മറ്റേ സൈഡ് ആണെങ്കിൽ ആദ്യത്തെ കളി എനിക്ക് തോന്നുന്നു 90 കൊല്ലം എത്ര കൊല്ലമായിട്ട് ബ്രസീലും തോറ്റിട്ടില്ല. ആൻഡ് ബ്രസീൽ വേൾഡ് കപ്പിത്തെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു സൈഡ്. പിന്നെ വേറെ എന്ത് വേണം? എടേ, ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബ്രസീൽ ഫാൻസ് മൊറോക്കോയെ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് തള്ളണത്. അതായത് 3-0 ജയിക്കും, 2-0 ജയിക്കും, ഇവരെയൊക്കെ നമ്മളെ അടിച്ച് തൂഫാനാക്കും. ദേ ആർ നോട്ട് അണ്ടർഡോഗ്സ് എനിമോർ. അത് മനസ്സിലാക്കുക. പഴയ മൊറോക്കോ ഒന്നല്ല. 2022 വേൾഡ് കപ്പ് മാത്രം എടുത്തു നോക്കിയാൽ മതി. മൊറോക്കോ എന്നുള്ള പേര് പറയുമ്പോ അണ്ണൻ ടണലിലൂടെ കരഞ്ഞു പോണ ഒരു ഓർമ്മയാണ് വരുന്നത്. നമ്മളെ ചവിട്ടി പുറത്താക്കിയ ടീമാണ്. ആൻഡ് ഫ്രാൻസിന്റെ ഒപ്പം അവര് തോറ്റപ്പോഴും അവര് നല്ലൊരു ഫൈറ്റ് കൊടുത്തിട്ടാ തോറ്റ്. അവര് അണ്ടർഡോഗ്സ് അല്ല, അത് മനസ്സിലാക്കുക. ഇന്നത്തെ കളി ഡ്രോയിൽ അവസാനിച്ച് തന്നെ ഭാഗ്യം, അത് വെച്ച് സന്തോഷിക്കുക. സോ എനിക്കൊരു ബ്രസീൽ ഫാൻസ് ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണ് അവരുടെ ടീമില്. ബ്രസീൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ഈസ് ഇന്ത്യ ത്രെറ്റ് എനിമോർ. പണ്ട് ഉപ്പൂപ്പാന്റെ കാലത്ത് ആനപ്പുറത്ത് ഇരുന്നുണ്ട്, അതുകൊണ്ട് തഴമ്പുണ്ട് പറഞ്ഞിട്ടിരിക്കുന്നവരാണ് ഇപ്പോഴും. ഇപ്പൊ ആ തഴമ്പും പരിപാടിയൊന്നും ഇല്ല. സോ കളി തുടങ്ങി ആദ്യത്തെ ഒരു 15 മിനിറ്റ് കളി മൊത്തം ബ്രസീലിന്റെ പോസ്റ്റിലാണ്. അപ്പുറത്തെ പോസ്റ്റിൽ ബോന വെറുതെ നിൽക്കുക. ഏജാതി കളി. നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് മൊറോക്കോ ഒരു കംപ്ലീറ്റ് ടീമായിട്ട് ഡിസിപ്ലിൻഡ് ഫുട്ബോളാണ് കളിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ടീമായിട്ടാണ് കളിക്കുന്നത്. ഇഫ് യു മിസ് ദ ബോൾ, ആ കംപ്ലീറ്റ് ടീം വന്നിട്ട് ബോൾ റിക്കവർ ചെയ്യും. അങ്ങനെ കളിക്കുന്ന ഒരു സൈഡും. ആൻഡ് ഓൺ ദ അതർ സൈഡ് ബ്രസീൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവര് ഒരു കമ്പൈൻഡ് ടീം എഫേർട്ട് എടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് കിഡു അറ്റാക്കിംഗ് ആയിരുന്നു. കൗണ്ടേഴ്സ് ആർ ടു ക്വിക്ക്. എന്നാൽ ഓൺ ദ അതർ സൈഡ് നോക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് ഇവന്മാരെ കണ്ടിട്ടേ ഇല്ല. 21ാമത്തെ മിനിറ്റിൽ എന്താണ് സൈബാരി, ഡച്ച് ലീഗിൽ കളിക്കുന്ന പ്ലെയർ ആണ് തോന്നുന്നു, കിഡു ഗോള്. അബ്രാഹിം ഡയസിന് കിഡു ത്രൂ ആള് ബോൾ കളക്ട് ചെയ്തു. അടിപൊളി ഗോള്. ആലിസന്റെ മണ്ടയുടെ മുകളിൽ കൂടെ ചിപ്പ് ചെയ്ത് വിട്ടു. ബ്രസീലൊക്കെ നല്ലോണം വിറച്ചുണ്ട്. എന്നാ ഞാൻ പറഞ്ഞില്ലേ, ബ്രസീല് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരുന്നു. വിനീഷ്യസിന്റെ കിഡു ഗോളായിരുന്നു. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കിഡു ഗോളായിരുന്നു. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുമ്പോൾ ബ്രസീൽ 1 അറ്റാക്കിംഗ് അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ലുക്കാസ് പക്വേറ്റയൊക്കെ ഞാനൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ കയറിയതാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആള് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഒരു ബൈസിക്കിൾ കിക്ക് ഉണ്ടായിരുന്നു ടുവേർഡ്സ് 45 മിനിറ്റ് ഒക്കെ. അത് പെട്ട സാധനം. ബോനോ ഡിസേർവ്സ് എവറി ക്രെഡിറ്റ്. ആൻഡ് ഇന്ന് ബോനോ കുറെ അടിപൊളി സേവ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കയറി ഉണ്ടാവും ചിലപ്പോ. ആൻഡ് ടുവേർഡ്സ് ഫസ്റ്റ് ഹാഫ് അവർ എൻഡ് ചെയ്ത് 45ാമത്തെ മിനിറ്റ് ഒക്കെ അവർ എൻഡ് ചെയ്തത് ബ്രസീൽ നല്ലൊരു അറ്റാക്കിംഗ് ത്രെറ്റ് കൊടുത്തിട്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ഹാഫ്. സോ സെക്കൻഡ് ഹാഫിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കസിമീറോന് പകരം ഫബീനോ വന്നിട്ടുണ്ടായിരുന്നു. ഫബീനോ വന്നിട്ട് മൂക്കിൽ കൂടെയും വായ കൂടെയൊക്കെ രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയി. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ബ്രസീൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മൊറോക്കൻ സൈഡ് ഈ ഒരു പോയിന്റിൽ തൃപ്തരാണ്. ദേ ജസ്റ്റ് നീഡ് എ സിംഗിൾ പോയിന്റ്. അവർ തൃപ്തരാണ്, അവരിനി അധികം അറ്റാക്കിന് പോയില്ല. നോക്കുമ്പോൾ ബ്രാഹിം ഡയസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് അറ്റാക്കിംഗ് വാസ് വെരി നൈസ്. ഫസ്റ്റ് 15 മിനിറ്റ്സിൽ ബ്രസീലിന്റെ അറ്റാക്കിംഗ് വെരി നൈസ് ആയിരുന്നു. അതായത് മറ്റേ വിനീഷ്യസിന്റെ വക കുറച്ച് അറ്റാക്ക് ഉണ്ടായിരുന്നു. റഫീനെ മറ്റേ വിങ്ങിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്ത് ബോൾ കൊടുക്കാൻ പറ്റില്ല. ഈ മറ്റേ അൺവാണ്ടഡ് ക്രോസസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യനില്ല ബോക്സിന്റെ ഉള്ളിലൊക്കെ. ആൻഡ് ബ്രസീലിന്റെ ക്ലിയറൻസ് 1 ഫ്ലോപ്പ് ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് പോർച്ചുഗൽ വേഴ്സസ് നൈജീരിയ ഫ്രണ്ട്ലി നടന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗലിനെ അറ്റാക്ക് ചെയ്യേണ്ടേ വന്നില്ല. കാരണം എന്താണ്, നൈജീരിയ ക്ലിയർ ചെയ്യുന്ന പോലെ മൊത്തം ഇവരെ കാലിക്കാൻ. ഇത് തന്നെയായിരുന്നു ഈ ബ്രസീലിയൻ സൈഡ്. ഇവര് ക്ലിയർ ചെയ്യുമ്പോൾ അപ്പുറത്തെ ടീമിക്കിന്റെ കാലിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാ മക്കളെ നിങ്ങൾ വന്ന് അടിച്ചോ പറഞ്ഞിട്ട്. ഫബീനോ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. റഫീനിക്കൊക്കെ ഇഷ്ടം പോലെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് റഫീനയുടെ ഡേ അല്ല തോന്നുന്നു. ഒരെണ്ണം കറക്റ്റ് കൈക്ക് അടിച്ചു കൊടുത്തു, ഒരെണ്ണം മിസ്സായി. ആൻഡ് മൊറോക്കൻ സൈഡിന്റെ മിസ് പാസ് ഉണ്ടായിരുന്നു കുറെ എണ്ണം. ആൻഡ് കൂടുതലും കിട്ടിയിരിക്കും റഫീനൊക്കെ ആയിരുന്നു, പക്ഷെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മൊറോക്കൻ സൈഡിന്റെ ഒരു മെന്റാലിറ്റി ഇഷ്ടമാണ്.
ദേ ഫിയർലെസ്. ആക്ച്വലി അവര് ഭയങ്കര ഫിയർലെസ്. അവര് ബോൾ മിസ്സായാലും അവര് വന്നിട്ട് ചത്ത് പിടിച്ച് അതെങ്ങനെയും റിക്കവർ ചെയ്യും. ആൻഡ് വിനീഷ്യസിനൊക്കെ അവര് പൂട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 പ്ലേയേഴ്സ് വരികയാണ്. സിംഗിൾ ആയിട്ട് എന്തായാലും വിനീഷ്യസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പറയുമ്പോൾ അവര് കമ്പൈൻഡ് ആയിട്ട് ഒരു ടീം എഫേർട്ട് എടുത്തിട്ട് ബോൾ വന്ന് റിക്കവർ ചെയ്യണം. ദാറ്റ് വാസ് നൈസ്, വെരി നൈസ്. മൊറോക്കോന്റെ ഫുട്ബോൾ ദാറ്റ്സ് ടു ഗുഡ്. ടുവേർഡ്സ് 70 മിനിറ്റ് 70ാമത്തെ മിനിറ്റ് ഒക്കെ ആയ സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയി കളി മൊത്തം ബ്രസീലിയൻ പോസ്റ്റ്. ഞാൻ വെച്ച് മൊറോക്കോ ഒരു പോയിന്റ് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി അവർ മാറി. സ്റ്റാർട്ടഡ് കണ്ടിന്യൂസ്ലി അറ്റാക്കിങ്. കണ്ടിന്യൂസ് അറ്റാക്ക് ആയിരുന്നു മൊറോക്കൻ സൈഡിൽ നിന്ന്. ആൻഡ് ഇവരുടെ ഒരു മിഡ്ഫീൽഡിൽ ഒരു ചങ്ങായി മുട്ടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഈ മറ്റേ കേളി ഹെയർ പോലെയൊക്കെ ആയിട്ട് എഞ്ചിൻ എന്താണ് ഇത്, മറ്റേ റോക്കറ്റ് വിട്ട പോലെ അറ്റാക്ക് സമയത്ത് അണ്ണൻ കയറി പോണ കാണാം, ആൻഡ് ഡിഫൻസ് സമയത്ത് ഇറങ്ങി വരുന്ന കാണാം. ഫുൾ കളി ആൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു ആളുടെ കളി കാണാൻ. ആൻഡ് ടുവേർഡ്സ് 90 മിനിറ്റ് ഒക്കെ ആകുമ്പോ 10 മിനിറ്റ് എന്താണ് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഈ ഒരു ചങ്ങായി ഒരു ലോങ് റേഞ്ചിൽ അടിച്ചു. ദാറ്റ് വാസ് ആക്ച്വലി ഗോയിങ് ഔട്ട്. പുറത്തേക്കാണ് അത് പോകണ്ടായിരുന്നു. പക്ഷെ ആലിസൺ എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ നോക്കി. ആലിസന്റെ ബോൾ മിസ്സായി. ആലിസന്റെ ബോൾ മിസ്സായിട്ട് ഒരു ചങ്ങായി അടിക്കാൻ നോക്കും. എങ്ങനെയൊക്കെ ആലിസൺ അത് ക്ലിയർ ചെയ്ത് വിട്ടു. അല്ലെങ്കിൽ അപ്പ കയറി ഉണ്ടാവും. ആൻഡ് അൺവാണ്ടഡ് ആയിട്ട് 2-3 കോർണേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രസീൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഗോൾ ആവാത്തത് അവരുടെ ഭാഗ്യം. സിനിമല്ല, ബ്രസീൽ അത്ര വലിയൊരു ത്രെട്ട് അല്ല ഇപ്പൊ. പണ്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രസീലിന്റെ ഓരോ പൊസിഷനിലും ലെജൻഡറി പ്ലേയേഴ്സ് ആയിരിക്കും. എന്നാൽ ഇപ്പോ ഡാനിലോ അതേപോലെ തന്നെ അലക്സാൻഡ്രോനെ വെച്ചിട്ടൊക്കെയാണ് വണ്ടി ഓട്ടിക്കുന്നത്. അലക്സാൻഡ്രോ ഡാനിലോ ഫസ്റ്റ് ലെവലിൽ കളിച്ചത് വളരെ നല്ല കാര്യം. പിന്നെ മാർക്കിനോസ് ആയാലും കെസിമീറോ ആയാലും പ്രായമായി. ആൻഡ് ദേ ആർ പ്ലേയിങ് അഗെയിൻസ്റ്റ് വെരി യങ് സൈഡ്. ഇപ്പൊ മൊറാക്കോ ഒക്കെ ഭയങ്കര ചുറുചുറുക്കുള്ള പിള്ളേരാണ്. പലരെയും നമുക്ക് ആർക്കും അറിയ പോലുമില്ല. ബട്ട് ദ വേ ദേ പ്ലേ ടു ഗുഡ്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. ഇപ്പൊ നോക്കുമ്പോ അങ്ങനത്തെ കിടു പ്ലേയേഴ്സ് എത്ര പേരുണ്ട്. നെയ്മർ എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ കളിക്കില്ല. ഈ ടീം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിനീഷ്യസിനെയും റഫീനെയാണ്. ആൻഡ് കുനിയ കളിക്കും വിചാരിച്ചു ഫസ്റ്റ് പ്ലേയിങ് 11-ല്. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. വന്നിട്ട് ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അറ്റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം 1-2 ത്രൂ ബോൾസ് കൊടുത്തിട്ടുണ്ട്. വിനീഷ്യസിനോ റഫീനിക്ക് ഒരു വിനീഷ്യസിനാണ് ത്രൂ ബോൾ കൊടുത്തു. വിനീഷ്യസ് അത് മറ്റേ റഫീനിക്ക് ഒരു പാസ് ഇട്ടു. പക്ഷെ റഫീനിക്ക് ഗോളാക്കാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫിൽ ഇവരെ ഫോർമേഷൻ ഒക്കെ മാറ്റി മറ്റേ റൈറ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ റഫീനെ പിന്നെ അറ്റാക്കിംഗ് മിഡിലോട്ട് വന്നു. അങ്ങനെ കുറച്ച് നല്ല സെക്കൻഡ് ഹാഫിൽ അവരുടെ മറ്റേ സ്ട്രാറ്റജി പരിപാടി കൊള്ളായിരുന്നു. മറ്റേ ലൂയിസ് എൻട്രിക് റൈറ്റ് വിങ്ങിലോട്ട് പോയി, കുഞ്ഞെ സ്ട്രൈക്കറായി, കുഞ്ഞെ ഇറങ്ങി വന്നും കളിക്കുന്നുണ്ടായിരുന്നു. വിനീഷ്യസ് ലെഫ്റ്റ് വിങ്. എന്നാൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ പിന്നെ വിനീഷ്യസിനൊന്നും ബോൾ കിട്ടാതായി. ഹക്കീമി വേഴ്സസ് വിനീഷ്യസ് ബാറ്റിൽ വാസ് അഗെയിൻ നൈസ്. ചില സമയത്ത് വിനീഷ്യസ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചില സമയത്ത് ഹക്കീമി ജയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ബ്രസീൽ ഈ ഒരു സ്ക്വാഡും ഈ ഒരു പെർഫോമൻസും വെച്ചിട്ട് ദേ കാൻ റീച്ച് എനിവേർ. ബട്ട് ഡെഫിനറ്റ്ലി മൊറോക്കോനെ എവിടെ വേണമെങ്കിലും എത്താം. ഞാൻ പറഞ്ഞില്ലേ, മൊറോക്കോനെ അണ്ടർ ഡോഗ്സ് ആയിട്ട് ഇനിയും കൺസിഡർ ചെയ്യരുത്. ദേ ടു ഗുഡ് എ സൈഡ്. വേണമെങ്കിൽ ഒരു ടൈറ്റിൽ അടിക്കാനുള്ളൊരു ഡിസേർവിംഗ് ടീം വരെയാണ് മൊറോക്കോ. സോ ഇന്ന് ഞായറാഴ്ച 5 കളിയാണുള്ളത്. എടേ ഈ 3 മണിക്കൊക്കെ കളി കൊണ്ടേ വെക്കുന്ന പരിപാടി ഒന്ന് നിർത്തണം കേട്ടോ. നമ്മളൊക്കെ 3 മണിക്കാണ് കിടന്ന് ഉറങ്ങണ തന്നെ. ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളി വെച്ച് കഴിഞ്ഞാൽ എപ്പോ ഉറങ്ങാനാണ്? അലാറം വെച്ച് എണീക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മൾ വെച്ച് അങ്ങനെ ഞാൻ 3 മണിക്ക് തന്നെ കിടന്ന് ഉറങ്ങുക. ആ സമയത്ത് കളി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് നേരത്തെ ഉറങ്ങാനാണ്? ആൻഡ് കമ്പയറിംഗ് ടു IPL ഫുട്ബോൾ ആകെ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്താ വെച്ചാൽ ഡ്യൂറേഷൻ കമ്മിയാണ്. മറ്റേ 1.5 മണിക്കൂറിൽ കളി തീരും. എന്നാ ഇപ്പൊ IPL ആണ് വെച്ചാൽ ഡ്യൂറേഷൻ ഇസ് ടു ഹൈ. ഡ്യൂറേഷൻ വളരെ കൂടുതലല്ലേ. മറ്റേ 7 മണിക്ക് കളി തുടങ്ങിയപ്പോൾ 11:30 തീരുക. സോ അടുത്ത കളിയായിട്ട് വീണ്ടും വരാം. ഇനിയും സന്ധിക്കും വരെ വണക്കം.